LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കമ്മിങ് ഔട്ട് നടത്തുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. വളരെ റീസെൻ്റ്ലി ആണ് അവർക്ക് സോഷ്യൽ ആക്സെപ്റ്റൻസ് കിട്ടിത്തുടങ്ങുന്നത് തന്നെ. പണ്ടത്തെ ലവ് മാരേജ് ഒക്കെ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത് ഒരാൾ ആ ലവ് മാരേജ് അന്നത്തെ കാലത്ത് നടത്തിയെടുത്തിരുന്നത്. അന്നൊക്കെ ഇത്തരത്തിലുള്ള ലവ് മാരേജസിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആളുകൾ അത് അഡ്രസ്സ് ചെയ്യാൻ മടിച്ചിരുന്നു. കാരണം ഓൾറെഡി ഒരുപാട് സ്റ്റാൻഡ് ചെയ്തിട്ടാണ് അവിടം വരെ എത്തിയത്. ഇനി അതിനകത്തൊരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു പോയാൽ ഈ സൊസൈറ്റി അവരെ ഒരുപാട് ബ്ലെയിം ചെയ്യുകയും ഷെയിം ചെയ്യുകയും ചെയ്യും. വീട്ടുകാരും നാട്ടുകാരും ഒന്നും പറയാ കേൾക്കാതെ ഫാമിലീനെ ഒക്കെ വേദനിപ്പിച്ച് ഇറങ്ങിപ്പോയതല്ലേ, നിങ്ങൾക്ക് ഇത് തന്നെ വേണം എന്ന് പറഞ്ഞു പഴി. ഇങ്ങനെയുള്ള ബ്ലെയിമിങ് പേടിച്ചിട്ട് ലവ് മാരേജ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാതെ പോകാറുണ്ട്. ഇന്നിപ്പോൾ കാലം ഒരുപാട് മാറി. ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് അഡ്രസ്സ് ചെയ്യാൻ മടിക്കാറില്ല. ഇതുപോലത്തെ ഒരു കോണ്ടെക്സ്റ്റ് ഇപ്പോൾ LGBTQ കമ്മ്യൂണിറ്റിയിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒരു കൾച്ചേർഡ് സൊസൈറ്റിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ അയാളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അയാളുടെ ചോയ്സസ് പുറത്ത് പറയുന്നതിലോ അയാളെ ബ്ലെയിം ചെയ്യുകയോ ഷെയിം ചെയ്യുകയോ ചെയ്യരുത്. ആൻഡ് ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ജെൻഡർ ആയാലും ഏത് ജെൻഡർ ഓറിയന്റേഷൻ ആയാലും നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് അഡ്രസ്സ് ചെയ്യണം. നമ്മൾ ഒരു തവണ നമ്മൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത് നമ്മളൊരു ഡിസിഷൻ എടുത്തു എന്ന് കരുതി നിങ്ങൾ ഒരു സ്ഥലത്തും പെട്ടുപോയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം സമാധാനമുള്ളൊരു ജീവിതത്തിന് ഇവിടെ എല്ലാവരും എലിജിബിൾ ആണ്.